കണ്ണൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. പരിയാരത്ത് ചികിത്സയിലായിരുന്ന തമിഴ് ദമ്പതികളുടെ മകൻ ഹരിത്താണ് മരിച്ചത്. 3 ആഴ്ച മുമ്പ് കടിയേറ്റ ഉടൻ കുട്ടിക്ക് കുത്തിവയ്പും എടുത്തിരുന്നു. സ്കൂൾ അവധിയായത് കാരണം ഹരിത്ത് 31-ാം തീയതി ഈ പരിസരത്ത് താമസം ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ റോഡിന്റെ ഭാഗത്ത് നിന്നും വന്ന തെരുവ് നായ ഈ കുട്ടിയെ ആക്രമിച്ചത്. തമിഴ്നാട് സേലം സ്വദേശിയായ മണിമാരന്റെ 5 വയസ്സുള്ള മകൻ ഹരിത്തിനെ കണ്ണൂർ SN പാർക്കിനും പയ്യാമ്പലത്തിനും ഇടയിൽ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുന്നിലാണ് മെയ് 31-ന് തെരുവുനായ കടിച്ചു കീറിയത്. മുഖത്തും കണ്ണിനും കാലിനുമാണ് കടിയേറ്റത്. ഉടൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി റാബിസ് വാക്സിൻ എടുത്തു. പരിക്ക് ഗുരുതരമായതിനാൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അന്നുതന്നെ മാറ്റുകയും ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പരിശോധനയിൽ കുഞ്ഞിന് പേവിഷബാധ സ്ഥിരീകരിച്ചത്. തുടർന്ന് വെന്റിലേറ്ററിലായിരിക്കെ പരിയാരത്ത് ശനിയാഴ്ച രാവിലെയാണ് കുഞ്ഞ് മരിച്ചത്. സേലം സ്വദേശിയായ മണിമാരന്റെ മകനാണ് ഹരിത്. കേബിൾ TV ലൈൻ വലിക്കുന്ന ജോലിയാണ് മണിമാരൻ കണ്ണൂരിൽ ചെയ്തിരുന്നത്. ഹരിത് കണ്ണൂരിലെ സ്വകാര്യ സ്കൂളിൽ LKG വിദ്യാർത്ഥിയാണ്. പ്രദേശമാകെ ഇപ്പോഴും തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും വീടിന്റെ അകത്തുവരെ നായക്കൂട്ടം കയറാറുണ്ടെന്നും ഹരിത്തിന്റെ വീടിന് സമീപമുള്ളവർ പറഞ്ഞു. മോൻ അവിടുത്തെ ചേച്ചിയുടെ കൂടെ കൈ പിടിച്ചല്ല ഇവിടെ വരുന്നതാ, എപ്പോഴും വരുന്നതല്ല. അന്ന് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ടായത്. ഭയങ്കര സങ്കടമായിപ്പോയി. എപ്പോഴും കാണുന്ന, ഞാൻ എപ്പോഴും വർത്താനം പറയുന്ന ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ. കുഞ്ഞിന്റെ മരണവാർത്ത പ്രദേശത്തെ ദുഃഖത്തിലാഴ്ത്തി. ഒരു കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായതെന്നും ആരാണ് ഇതിന് സമാധാനം പറയുകയെന്നും കഴിഞ്ഞ ദിവസം തെരുവുനായുടെ കടിയേറ്റ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പിഞ്ചു കുഞ്ഞാ അത്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട് എവിടെ എത്തിയെന്ന ഒരു മനുഷ്യനൊരു വിലയില്ലാത്തൊരു എന്താ പറയണ്ടേ ഒരു പരിസ്ഥിതിയാണ് ഇപ്പം ഇതാണ്. ആ പിഞ്ചു കുഞ്ഞിനെ കാടി എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും ആ കുട്ടി. ഈ ചുരുങ്ങിയ 10 ദിവസം കൊണ്ട് 10 ദിവസം ഒരു 5-8 ദിവസമായില്ലേ പയ്യമ്പലം അടിച്ചല്ലേ, 5 എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും കുട്ടി, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. SN പാർക്ക് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു. ഈ ഭാഗത്തേക്ക് സംഗീത തിയേറ്ററിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ തിയേറ്ററില്ല, അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിയിൽപ്പാലുണ്ട്, അതുകൊണ്ട് പറയാനുണ്ട്. അതിൽ പോകുമ്പോൾ നായ്ക്കൾ ഓടി വരും ബാക്കിൽ നിന്ന്. നായ്ക്കൾ ഇഷ്ടംപോലെ രാവിലെ വരുത്തുന്നുണ്ട്, കുറേ ഉണ്ടാവും. അവിടെ അട്ടിക്കണക്കിന് ആടി ഇടി എല്ലായിട്ടും ഉണ്ടാവും. കണ്ണൂർ നഗരത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 85ഓളം പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. ഇത് വൻ ജനരോഷത്തിനാണ് ഇടയാക്കിയതും. അതിനിടയിലാണ് 5 വയസ്സുകാരന്റെ മരണവാർത്തയും എത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.